ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദ 2 ദിവസം മാറി നിന്നപ്പോഴേ നന്ദയുടെ കാര്യത്തിൽ എന്തൊക്കെയോ തീരുമാനങ്ങളായി എന്നുള്ളത് മനസ്സിലായതാണല്ലേ. ശരിക്കും അതൊരു തീരുമാനം തന്നെയായിരുന്നു. നമ്മുടെ പഴയ നന്ദ മാറി ഇപ്പോൾ പുതിയൊരു നന്ദയാണ് നമ്മുടെയൊക്കെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ആ പുതിയ നന്ദയെ ഉൾക്കൊള്ളാൻ നമുക്ക് കുറച്ച് ടൈം എടുക്കും എന്നുള്ള കാര്യം സത്യമാണ്. എന്തായാലും നമ്മുടെ പഴയ നന്ദ നമ്മുടെ ഉള്ളിൽ എല്ലാവർക്കും പതിഞ്ഞു പോയൊരു വ്യക്തിയായിരുന്നു. പക്ഷേ പുതിയ നന്ദയെ എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയും, അല്ലെങ്കിൽ എത്രത്തോളം ആ കുട്ടിയുടെ ആ ഒരു ഇതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുമെന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിലെ എപ്പിസോഡുകളിൽ കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. എന്തായാലും പിങ്കി എന്ന് പറയുന്ന മുതൽ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ട് ഗൗതത്തിനെ കൊണ്ട് കഴുത്തിൽ താലി വരെ കെട്ടിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് വീട് വിട്ട് പോകാനായിട്ട് ഇറങ്ങിയത്. അങ്ങനെ വീട് വിട്ട് പോകാൻ ഇറങ്ങിയ പിങ്കിക്ക് അടാറു പണിയുമായിട്ടാണ് നമ്മുടെ അരുൺ വന്നത്. അരുൺ കയറി വന്നു കഴിഞ്ഞപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായി കാര്യങ്ങൾ. ഇനിയിപ്പോൾ ജീവിച്ചിരുന്നിട്ടും കാര്യമില്ല എന്നുള്ളൊരു മൈൻഡിലായി കാര്യങ്ങൾ. അതുപോലെയായിരുന്നു ആ വന്ന വ്യക്തി. എത്രത്തോളം സ്വാധീനം, അതായത് പിങ്കിയുടെ ജീവിതത്തിൽ അത്രത്തോളം സ്വാധീനമുള്ളൊരു വ്യക്തി നമ്മുടെ സുമംഗല, അർജുൻ്റെ അമ്മ. അവർ വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സ്റ്റാച്യു പോലെ നിന്ന് പോവുകയാണ് പിങ്കി ചെയ്തത്. പിങ്കി എന്നിട്ട് ഇങ്ങനെ അന്താളിച്ച് ഇങ്ങനെ നോക്കുക. ഈ സമയത്ത് എല്ലാവരുമായിട്ട് കെട്ടിപ്പിടിക്കലും വർത്തമാനങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അവർ തന്ന് പിങ്കിയോട് ചോദിച്ചു, മോളെ പിങ്കി, നിനക്ക് സുഖമല്ലേന്ന്. അത് കേട്ടപ്പോഴത്തേക്കും പിങ്കി ഒരു പുഞ്ചിരിയോട് കൂടി സുമംഗലയെ നോക്കി. സുമംഗലയെ നോക്കിയിട്ട് എനിക്കെന്താമേ കുഴപ്പം എന്ന് ചോദിക്കുകയാണ് അമ്മ. എൻ്റെ സുഖവിവരങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. എനിക്ക് എത്രത്തോളം സുഖവും സന്തോഷവും ഉണ്ടെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് അമ്മ എന്തിനാ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് പിങ്കി സുമംഗലയോട് ചോദിക്കാം. അപ്പോൾ അമ്മയ്ക്കത് മനസ്സിലാകും മോളെ, അമ്മയ്ക്കത് അറിയാം. എൻ്റെ മോള് ഒരുപാട് ദുഃഖിക്കുന്നുണ്ടെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ സുമംഗല കാര്യങ്ങളെല്ലാം സുമംഗലയോട് സംസാരിച്ചതിന് ബാക്കിയായിട്ട് സുമംഗല കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ സുമംഗലയോട് ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ലക്ഷ്മി വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങിയത്. ആ വിശേഷം വേറൊന്നുമല്ല, സ്വന്തം മകനെ മരുമകൾ സ്നേഹിച്ചു തുടങ്ങി എന്നുള്ള ആ ഒരു വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് പാവം നമ്മുടെ ലക്ഷ്മി കഷ്ടപ്പെട്ട് അങ്ങനെ പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ പിങ്കിക്ക് ഇടവും വലവും തിരിയാൻ പറ്റാത്തൊരവസ്ഥ. പിങ്കി മോൾക്ക് സന്തോഷമായില്ലേ? ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോവേണ്ട കാര്യമില്ലല്ലോ, ഈ വീട്ടിൽ ആരും ഇല്ലെന്നുള്ളൊരു തോന്നലും മോൾക്ക് മാറി കിട്ടിയില്ലേന്ന് ചോദിച്ചു. മോളുടെ അമ്മ ഇപ്പം ഇങ്ങോട്ട് വന്നില്ലേ, പിന്നെ ഇനിയിപ്പോൾ എന്താ കുഴപ്പം? പിങ്കി മോൾ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ശരിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി അകത്തേക്ക് കയറി പോവുക. അപ്പോൾ പിങ്കി അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതം പറഞ്ഞു, അപ്പച്ചി ഞാൻ പോയിട്ട് വരാം, എന്തായാലും എനിക്ക് ഡ്യൂട്ടിക്ക് കയറണം, ഞാൻ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ഇറങ്ങിയതാണ്. പിങ്കി അവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് ഉച്ച തിരിഞ്ഞ് ഡ്യൂട്ടിക്ക് കയറാമെന്നാണ് വിചാരിച്ചിരുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ, ലീവ് എടുക്കേണ്ടതായിട്ടൊക്കെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വൈകിട്ട് കാണാം, ഞാനിപ്പോൾ ഡ്യൂട്ടിക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ മോൻ പോയിട്ട് വരാൻ പറഞ്ഞ് സുമംഗല നമ്മുടെ ഗൗതത്തിനെ പറഞ്ഞു വിടുന്നു. അപ്പോൾ അവരങ്ങ് പോയി കഴിയുമ്പോൾ പിങ്കിയും അകത്തേക്ക് കയറിപ്പോയി. അകത്ത് കയറി ചെന്നിട്ട് കൊണ്ടുപോകാൻ കയ്യിൽ പിടിച്ചിരുന്ന താലിയൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് കാലിപ്പ് കയറി ഇങ്ങനെ നിൽക്കുക. എല്ലാം കൊണ്ടുവന്ന് തൊലച്ചല്ലോ മഹാഭാബി എന്നും പറഞ്ഞു. അപ്പോൾ ആരെയാ തെറി മുഴുവൻ പറയുന്നത്? പാവ അരുണിനെ. അരുൺ തൃശ്ശൂർക്ക് പോയവനാ, അവൻ പോയി ഈ പുള്ളിക്കാരിയെ വിളിച്ചുകൊണ്ട് വരുന്ന പിങ്കി സ്വപ്നത്തിൽ പോലും ഓർത്തതല്ലല്ലോ. അങ്ങനെ എന്തായാലും ആ കാര്യങ്ങൾ സംഭവിച്ചു. ഈ സമയത്ത് പവിത്ര പറന്നു നടക്കും അരുണിന് ചുറ്റും. എങ്ങനെയാണ് സുമംഗലാപ്പച്ചി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നതെന്ന് അറിയാനായിട്ട്. അപ്പോൾ എന്തെങ്കിലും കാരണമില്ലാതെ ഇങ്ങോട്ട് വിളിച്ചു പറയില്ല, അല്ലെങ്കിൽ വിളിച്ചുകൊണ്ട് വരില്ല. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പിന്നാലെ ചെല്ലുന്നു, അരുണിൻ്റെ പിന്നാലെ ഈ പവിത്ര. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അരുണിന് ദേഷ്യം വന്നു. നിനക്ക് എന്താ പവിത്ര അറിയേണ്ടത്? നീ അത്ര നിർബന്ധമാണ്, നീ അറിഞ്ഞോ? കാരണം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ സുമംഗലാപ്പച്ചി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്. ഇത്രയും നീ അറിഞ്ഞാൽ മതി, കൂടുതലൊന്നും നീ അറിയേണ്ടെന്നും പറഞ്ഞ് പവിത്രയെ അവിടുന്ന് പറഞ്ഞു വിടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളും അവിടെ അങ്ങനെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ആ ഒരു പരിപാടികളും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നതാണെങ്കിൽ മുറിയിൽ ചെന്ന് ഈ താലിയൊക്കെ കയ്യിൽ പിടിച്ചിങ്ങനെ കലിപ്പോട് കൂടി നിൽക്കുന്ന നമ്മുടെ പിങ്കി, എല്ലാം അവസാനിച്ചല്ലോ, എല്ലാം നഷ്ടപ്പെട്ടല്ലോ, ഇനി താൻ എന്ത് ചെയ്യും എന്നൊക്കെയുള്ളൊരിതിലിങ്ങനെ നിൽക്കുന്നു. അവസാന പിടിവള്ളിയായിരുന്നു സുമംഗലയുടെ അടുത്തേക്ക് പോവുക എന്നുള്ളത്. അതും നടന്നില്ല. വേഗം തന്നെ ഫോൺ എടുത്ത് സാന്ദ്രയെ വിളിച്ചു. സാന്ദ്രയെ വിളിച്ചപ്പോഴത്തേക്കും സാന്ദ്ര പ്രതീക്ഷകളോടുകൂടി നിൽക്കുക. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് കൂട്ടുകാരുടെ കോള് ചെല്ലുന്നത്. എന്താ ഐഡി എന്ന് ചോദിച്ചപ്പോൾ എന്താവാൻ, ഒന്നും നടന്നില്ല, നമ്മൾ ഉദ്ദേശിച്ചതെന്നോ അതിന് നേരെ ഓപ്പോസിറ്റാണ് നടന്നിരിക്കുന്നതെന്നുള്ള കാര്യം കൂട്ടുകാരിയോട് പറഞ്ഞപ്പോൾ ഓപ്പോസിറ്റ് നടന്നോ, നിനക്ക് എന്താ പറ്റിയത്, നീ എന്തൊക്കെയാ പറയുന്നതെന്ന് കൂട്ടുകാരി ചോദിച്ചു. ആ സമയം കൂട്ടുകാരിയോട് നമ്മുടെ സുമംഗല വന്ന കാര്യങ്ങളെപ്പറ്റി പറയും. അപ്പോൾ എല്ലാവർക്കും എന്നെ വിശ്വാസം ആയായിരുന്നു എന്നും എല്ലാവരുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു എന്നും അതിനുശേഷമാണ് ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പുറപ്പെട്ടത്. നീ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ഇറങ്ങിയത്. അപ്പോഴാണ് അർജുൻ്റെ അമ്മ ഇങ്ങോട്ടേക്ക് വന്നത്. എല്ലാം തൊലച്ചു. അരുണെന്ന് പറയുന്ന മഹാഭാവി അവരെ പോയി വിളിച്ചുകൊണ്ട് വന്നത്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ കൂട്ടുകാരിയോട് ചോദിക്കുമ്പോൾ, ഇനി നീ എന്ത് ചെയ്യാനാ,
ഞാൻ ഇനി എന്താ നിനക്ക് പറഞ്ഞു തരേണ്ടത്? നിനക്ക് ആകെക്കൂടെ ഉണ്ടായിരുന്ന ഒരു പിടിവള്ളിയായിരുന്നു നിൻ്റെ അമ്മായിയമ്മ. അവരെയും കാണാൻ പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയ സ്ഥിതിക്ക് ഇനി നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. എൻ്റെ പൊന്ന് പിങ്കി, നിൻ്റെ കാര്യം വളരെ കഷ്ടത്തിലാണല്ലോടി, നിനക്കൊരു യോഗമില്ലാതായി പോയല്ലോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂട്ടുകാരി ഇങ്ങനെ പറയാം. നീ ഇങ്ങനെ എൻ്റെ ശവത്തിൽ കുത്താതെ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞപ്പോൾ, എന്ത് കാര്യം പറയാനാ നീ പറയുന്നത്? എനിക്കറിയില്ല. ഇനി എങ്ങനെയാണ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന വഴി ഞാൻ പറഞ്ഞു തന്നു. ഇനിയിപ്പോൾ നീ തന്നെ എന്താണെന്ന് വെച്ച് തീരുമാനിക്കാൻ പറഞ്ഞു. അങ്ങനെ കൂട്ടുകാരിയും കൈ ഒഴിഞ്ഞു. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞു. പിങ്കി ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക. എന്തായാലും ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഗൗതം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുന്നു. ഈ സമയത്ത് നമ്മുടെ നന്ദയും അതുപോലെ തന്നെ ഗൗതവും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ ഈ അപ്പച്ചി ചോദിക്കുകയാണ് ലക്ഷ്മിയോട്. അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവർ തമ്മിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു ഇതൊക്കെ അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ പിങ്കിക്ക് അർജുൻ മോനോടുള്ള സ്നേഹത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സുമംഗലയ്ക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ മോൾക്ക് ഇപ്പോഴായിരിക്കും ബോധോദയം വന്നതെന്നുള്ള രീതിയിൽ നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ സംസാരിച്ചത്. എന്തായാലും ആ ഒരു വിഷയവും കാര്യങ്ങളും എല്ലാം അവിടെ അവസാനിച്ചു. പിങ്കിയുടെ ദിവാസ്വപ്നം ആ ദിവാസ്വപ്നമായിട്ട് തന്നെ ഇങ്ങനെ നിലനിൽക്കുന്നു. ഗൗതം ആണെങ്കിൽ ഗൗതത്തിൻ്റെ കാര്യങ്ങൾ നോക്കി പോകുന്നു. 2 ദിവസമായി നമ്മുടെ നന്ദ തിരിച്ചു വരാനുള്ള സമയവും കാര്യങ്ങളും ഒക്കെയായി. അങ്ങനെ നന്ദ തിരിച്ചു വരുന്ന ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഗൗതം അതിങ്ങനെ കാത്തിരിക്കുക. അപ്പോൾ ഗൗതത്തിനെ നന്ദ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ഗൗതത്തിനോട് താൻ വരാറായി എന്നുള്ള കാര്യം. എന്നിട്ട് വീട്ടിലെ വിശേഷങ്ങളും അതുപോലെ മറ്റുള്ളവരുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ചോദിച്ചു. അങ്ങനെ അതൊക്കെ ചോദിച്ച് വളരെ ഹാപ്പി ആയിട്ട് ഇവർ 2 പേരും കൂടി അങ്ങനെ ഫോണൊക്കെ കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ വീട്ടിലാണെങ്കിൽ സുമംഗല നമ്മുടെ പിങ്കിയെ കാണാനായിട്ട് റൂമിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് പിങ്കിയോട് സുമംഗല ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. അതുപോലെ തന്നെ ആ മകനെക്കുറിച്ചുള്ള ദുഃഖകരമായ രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ മോള് വിഷമിക്കേണ്ട, അത് മോൻ തിരിച്ചു വരും എന്നൊക്കെയുള്ള രീതിയിൽ ഒരമ്മയുടെ മനസ്സാണല്ലോ, ആ അമ്മയുടെ മനസ്സ് ആ ഒരു ഇതിൽ സംസാരിക്കുക. ഇതൊക്കെ കേട്ടിട്ടും പിങ്കിക്ക് ഒരു കൂസലുമില്ല. പിങ്കിയാണെങ്കിൽ കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ അവിടെ തന്നെ നിൽക്കുന്നു. ഈ പിശാച് കയറി വന്നതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ഗൗതത്തിനെ കിട്ടാത്തത് എന്നുള്ളൊരു മൈൻഡിൽ ആ ഒരു മാതിരിയിൽ ചിന്തിക്കുന്നു. അങ്ങനെയാണ് ഈ പറയുന്ന നമ്മുടെ പിങ്കി നിൽക്കുന്നത്. പക്ഷേ അതൊന്നും മനസ്സിലാക്കാതെ ആ പിങ്കിയോടുള്ള വാത്സല്യം അല്ലെങ്കിൽ സ്നേഹമൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് സുമംഗല ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊന്നും മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ള മട്ടും മാതിരിയിലും ഈ പിങ്കി അവിടെ നിൽക്കുന്നു. പക്ഷേ നന്ദ വീട്ടിലേക്ക് വരുന്ന കാര്യം തൽക്കാലം ആരോടും പറയണ്ടെന്നുള്ള കാര്യം ഫോൺ വിളിച്ചപ്പോൾ നമ്മുടെ നന്ദ ഗൗതത്തിനോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആർക്കും അറിയില്ല നന്ദ വരുന്നതിനെ പറ്റി. അപ്പം അങ്ങനെ നന്ദ വരുന്നത് അറിയാതെ പിങ്കി ആണെങ്കിൽ ഇങ്ങനെ നിരാശാകാമുകിയായിട്ട് തെക്ക് വടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. നന്ദ വരുന്നതിന് മുമ്പ് അടുത്തത് ഈ വീട്ടിൽ വെച്ച് തന്നെ എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ഗവേഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് പവിത്രയാണെങ്കിൽ അന്നേരം തൊട്ട് പിങ്കിയെ ശ്രദ്ധിക്കലും തുടങ്ങി. കാരണം ആ കുറച്ച് നേരങ്ങളുണ്ടായിരുന്ന ശുഷ്കാന്തി ഇതൊന്നും സുമംഗലാമ്മയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇല്ല, അതങ്ങ് മാറി. അപ്പം അതിൻ്റെ ഇടയിൽ എന്താണ് കള്ളക്കളി എന്ന് പവിത്ര അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വന്നിട്ടുള്ളത്. നാളത്തെ കഥ വരാനിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.